ഹലോ എവ്രി വൺ, വെൽക്കം ടു രാജ് ടോക്സ്. ഇന്ന് ട്രെയിലറുകളുടെ സംസ്ഥാന സമ്മേളനമാണ്. ഇത് ഇപ്പോൾ തുടരും ട്രെയിലർ കാണാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് ആലപ്പുഴ ജിംഖാന ഓൾറെഡി ഞാൻ കണ്ടു. ഇവിടത്തെ രാത്രി ആകുമ്പോഴത്തേക്കും ബസൂക്കെ ഇറക്കി വിടും. അപ്പോൾ ഇതെല്ലാം കാണാതെ എപ്പോൾ കിടക്കാൻ പറ്റും? ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ പോയിട്ട് എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുകയും വേണം. സോ സ്ട്രെയിറ്റ് ടു തുടരും ട്രെയിലർ. നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുമെന്ന്. പണ്ട് എന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. നമ്മളൊരു ഫ്രീ പീരീഡ് നോക്കിയിരിക്കുമ്പോൾ അയാൾ എവിടെന്നെങ്കിലും കയറി വരും. അടിച്ചാലും ഗുണിച്ചാലും ഉത്തരം കിട്ടാത്തൊരു ചോദ്യവും. ഉത്തരം കിട്ടൂല, പുറത്തും നിർത്തും, നാണവും കിട്ടും. അതിന് നീ ഏത് സ്കൂളിൽ പഠിച്ചേക്കുന്നത്? അടിപൊളി ട്രെയിലറുടെ കൊള്ളാം. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു എന്താ പറയുക, എല്ലാവരും പറയില്ലേ പഴയ ലാലേട്ടൻ, ആ ഒരു ഫീല് പുള്ളിക്ക് മൊത്തത്തിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യത്തെ ഡയലോഗിൽ അത്ര ചിരി വന്നില്ല, ബട്ട് ഓവറോൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വളരെ ഈസി ആയിട്ട് പുള്ളി നോർമലി ചെയ്യുന്ന ചില കഥാപാത്രങ്ങളുണ്ടല്ലോ, പുള്ളിയുടെ സ്വാഗിൽ പുള്ളിക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന തനി നാട്ടിൻപുറത്ത് കഥാപാത്രങ്ങൾ, അതിൽ ഒന്നായിരിക്കുമെന്ന് വിചാരിച്ചാണ് ട്രെയിലറിന്റെ ഒരു പകുതി വരെ പോയത്. കണ്ടിട്ട് ഇതിപ്പോൾ ഏതാണ്ട് ദൃശ്യം പോലെ എന്ന് പുള്ളി പറഞ്ഞതിൽ എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ തുടക്കത്തിൽ കളി, ചിരി, ഫാമിലി ഡ്രാമ, എത്രയോ മഹാന്മാരുടെ ചന്തി പതിഞ്ഞ സീറ്റ്, കാറിനകത്ത് ഹാൻഡ് സ്നേഹി, അങ്ങനെയൊക്കെയുള്ള പുള്ളിയുടെ സ്വതസിദ്ധമായ സ്റ്റൈലിലുള്ള ഡയലോഗ് ഡെലിവറീസ് ഒക്കെ കഴിഞ്ഞ് ഒരു കിളി പോയ ഒരു ക്യാരക്ടറായിട്ട് പുള്ളി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു കാറിനെ തൊട്ടാ പുള്ളിക്ക് പ്രാന്താണെന്ന് തോന്നുന്നു. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കഥ ഇതായിരിക്കാം. എന്തായാലും കട്ട വെയിറ്റിംഗ് ഫോർ ദിസ് വൺ. ഇതിന് എമ്പുരാന് കിട്ടിയതുപോലെ തന്നെ നല്ല മൈലേജ് കിട്ടട്ടെ. എനിക്ക് തോന്നുന്നു 2025 ലാലേട്ടൻ കൊണ്ടുപോകുന്ന എല്ലാ ലക്ഷണവും ഉണ്ട്. അങ്ങനെ തന്നെ വരട്ടെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഹൃദയപൂർവ്വം, പിന്നെ ഈ പുറത്ത് കൊടുത്തിരിക്കുന്ന പടത്തിനെ പറ്റി, അതായത് തെലുങ്കിലൊക്കെ പോയി പുള്ളി ഗസ്റ്റ് അപ്പിയറൻസ് കുറെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെ പറ്റി ഒന്നും നമുക്കറിയില്ല. ബട്ട് മലയാളത്തിലെ എല്ലാം പുള്ളിയുടെ ഈ വർഷം നല്ല അടിപൊളിയായിരിക്കും. പിന്നെ അനൂപ് മേനോന് ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഹൂനോസ്, പുള്ളി നല്ല ഡയറക്ടറൊക്കെ തന്നെയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ ട്രെയിലർ ഇഷ്ടപ്പെട്ടു. ഇത് തീർച്ചയായിട്ടും ഇതും FDFS കാണേണ്ട സംഭവം തന്നെയാണ്. ഈ വർഷം കുറെ കാശ് പോകും.